സത്യനാഥൻ അതെ, ഒരു ലേശം വഴി. ഓ, ന്യൂ ജനറേഷൻ. ഒരു ഓൾഡ് അങ്ങോട്ട് പൊക്കോട്ടെ. വായിക്കൂ. 2012 ഡിസംബർ 22 വെള്ളിയാഴ്ച രാത്രി പുതിയേടത്ത് സത്യനാഥൻ എന്ന ടീ പ്രതി അമിതമായി മദ്യപിച്ച് റോഡിലൂടെ നടക്കുകയും അശ്ലീല ഗാനങ്ങൾ ഉച്ചത്തിൽ പാടി വഴിയാത്രക്കാരെ ശല്യപ്പെടുത്തുകയും ചെയ്തു. ടിയാൻ അധ്യാപകനാണെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ടിയാനെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ടിയാൻ അവരോടും തട്ടിക്കയറുകയും രാത്രി നേരത്ത് വഴിയിൽ അരാജകാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ കുറ്റങ്ങൾ ചെയ്തതാണോ? മാഷ് ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂൾസ്. സ്കൂളിന്റെ പേരിൽ വിവേകമുണ്ട്, പക്ഷെ മാഷ്ക്ക് അതില്ലല്ലോ. ഏത് പാട്ടാ മാഷ് പാടിയത്? അത് കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് കൂലച്ചപ്പോൾ മുല്ലമലരമ്പ് കൊണ്ട് ചുണ്ടു ചുവന്നു. 3000 രൂപ പിഴ. കോടതി പിരിയുന്നത് വരെ പുറത്തു നിൽക്ക്. ഇവിടെ ഉണ്ടായിരുന്നു. ഈ പഴയം തടവും അച്ഛൻ ആദ്യത്തെ സംഭവമല്ല. എന്റെ മാഷേ, ഈ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള കുടിയൊന്ന് കുറച്ചുകൂടെ? രാജേന്ദ്ര മാസ്റ്റർക്ക് ഉച്ചയ്ക്ക് ക്ലാസ് ഇല്ലേ? ചെല്ല് ചെല്ല്. ഗുഡ് മോർണിംഗ്. ഒപ്പിടാൻ വരട്ടെ. കുട്ടികൾക്കൊരു മാതൃകയായില്ലെങ്കിൽ വേണ്ട, അവർക്ക് തെറ്റായ വഴി കാണിച്ചു കൊടുക്കാതിരിക്കെങ്കിലും ചെയ്തൂടെ മാഷേ? അങ്ങനൊരു പരാതി ഏതെങ്കിലും അധ്യാപകരോ രക്ഷിതാക്കളോ വിദ്യാർത്ഥികളോ മാഷോട് പറഞ്ഞു എന്നല്ല പിന്നെ? മാഷ് 4 മണി വരെ പുണ്യാളനും അത് കഴിഞ്ഞ എംബോക്കിയുമാണെന്ന കാര്യം നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല എന്നാണോ? മാഷേ, മോളിൽ നിന്ന് ആക്ഷൻ എടുക്കാൻ പറഞ്ഞൊരു നോട്ടീസ് വന്നാ തടഞ്ഞു നിർത്താൻ എന്നെ കൊണ്ടാവില്ലാട്ടാ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. വേണ്ട മാസേ, മാസക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. സ്കൂൾ ടൈം കഴിഞ്ഞ മനുഷ്യനെ മനസ്സിലാക്കുന്ന സാധാരണക്കാരുടെ കൂടെ പൂരപ്പറമ്പിലിരുന്ന് ചീട്ട് കളിക്കുന്നതും 2 പെഗടിക്കുന്നതുമാണ് ഇത്ര വലിയ തെറ്റെങ്കിൽ ഞാനതങ്ങ് സഹിച്ചു. സത്യനാഥൻ മാഷേ, എന്നാലും എന്നും ഇങ്ങനെ കള്ളു കുടിക്കണോ മാഷേ? നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്നും ചെയ്യുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. എന്താണെന്നറിയില്ല, കള്ളു കുടിക്കാന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. സസ്പെൻഷൻ എഴുതി കൈ കൊടുക്ക വേണ്ടത്. ഏത് വകുപ്പില്? എന്തൊക്കെ പറഞ്ഞാലും അയാളെയും അയാളുടെ ക്ലാസ്സും പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഒരു സൗഹൃദമൊക്കെ വെച്ച് പറഞ്ഞു നോക്കാന്നല്ലാണ്ട് എന്ത് ചെയ്യാനാ? കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. പാട്ടിനും വെള്ളം, ആളിനും വെള്ളം. നല്ല കോമ്പിനേഷനാ. നീ എങ്ങാട് പോണേക്ക സംശയം ചോദിക്കാൻ പോയാടാ? നല്ല ബെസ്റ്റ് ടൈമാ. ചെല്ലി ചെല്ലി. പ്രിയച്ചേ, ഇറിഗേഷൻ രാവിലെ തന്നെ തുടങ്ങിയല്ല. വാട്ടർ ടാങ്കി മാഷിന് വാള് വെക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് വെച്ചേക്കാൻ പറഞ്ഞ കേട്ടാ. ഞാനിന്ന് മമ്മൂട്ടിയുടെ പോലെ സിനിമ കാണാൻ പോണേണ്. ആ നേരത്തെ ക്ലീൻ ചെയ്യാൻ എന്നെ വിളിക്കരുത് കേട്ടാ. ഈ അൺസാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട്സ് എന്ന് വെച്ചാ എന്താ? അച്ഛാ, ഈ അൺസാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട്സ് എന്ന് വെച്ചാ എന്താ? കാർബൺ കോമ്പൗണ്ട്സ് മനസ്സിലായി, സംഗതി മനസ്സിലായി. എന്ന് വെച്ചാലേ അത് വകയില് നിന്റെ അമ്മയുടെ ഒരു നായരായിട്ട് വരും. മനസ്സിലായ? എന്തിനാണ് ഓഫ് ചെയ്ത്? അച്ഛനത് കേട്ടു പഠിച്ചിട്ട് TV ഷോയിൽ പാടാനൊന്നും പോണല്ലോ. ഒറ്റ കിഴിക്കാൻ വെച്ചെന്നുണ്ടല്ലോ. എടാ, എന്റെ ഭാസ്കരൻ മാഷ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തുന്ന പലവട്ടം ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? താണ്ടമ്മ പറഞ്ഞ പോലെ ദാ അവിടെ ഇറിഗേഷന്റെ പൈപ്പ് പൊട്ടാൻ തുടങ്ങി. നീ എന്താടാ ഒളിപ്പിക്കണത്? ഇത് ബയോളജി ടെക്സ്റ്റാ. ബയോളജി ഒളിപ്പിച്ചു വെച്ചാടാ പഠിക്കണത്. നിന്റെ പ്രായം കഴിഞ്ഞ എന്റെ മാനം വളർന്നത് കേട്ടാ. സത്യമായിട്ട് ഇത് ബയോളജി ആണേ. ആയാ നിനക്ക് കൊള്ളാം. പ്രിയച്ചേ, അവൻ ബയോളജി പഠിക്കുക.
ക്ലാസ്സിലെ ടീച്ചർമാര് നോട്ട്സ് ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ എന്താ അവിടെ ഇരുന്ന് പഠിച്ചോണ്ടിരുന്നത്? അവൻ ബയോളജി പഠിക്കായിരുന്നു. ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തന്നായിരുന്നെങ്കിൽ നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യായിരുന്നു. എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യണമെന്നുണ്ടോ? അച്ഛനുണ്ടല്ലോ, പറഞ്ഞേക്ക്. എങ്കിലും ഈ നൂറ്റാണ്ടിൽ നടന്നു തന്നെ. അച്ഛൻ്റെ ഒപ്പം ഭക്ഷണം കഴിച്ചിട്ട് തന്നെ കുറേ നാളായി. അതുകൊണ്ട് നീ ഭക്ഷണം ഇറങ്ങാതെ പട്ടിണി കിടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ചുമ്മാ കിണുങ്ങാൻ നിൽക്കാണ്ടേ കഴിച്ചിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്ക് ഭാസ്കര. അമ്മേ, എന്താ അമ്മയ്ക്കെങ്കിലും എന്നെ ഭാസ്കരാന്ന് വിളിക്കാണ്ടിരുന്നൂടെ? ജോലിക്ക് നിൽക്കുന്ന താണ്ടമാരാൻ ആ പേരാ വിളിക്കുന്നത്. ഇക്കാലത്ത് നോർമലായ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പഞ്ച് പേര് വിളിക്കുവോ? ഇക്കാലത്ത് നോർമലായ ആരും ദിവസവും കള്ളും കുടിക്കില്ല. ആര് പറഞ്ഞു ഈ വിഡ്ഢിത്തം? എന്റെ വർഗീസ് മാസ്റ്ററെ, കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഏതൊരു പുരുഷനും സ്ത്രീയോടുള്ള ഒരു എന്താ അതിന് പറയുക, ശാരീരികമായിട്ടുള്ള ഒരു ആകർഷണം അത് ഇത്തിരി കൂടുതലായിരിക്കും. അത് പിന്നെ കുറഞ്ഞു വരും. ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഭാര്യ അത്രയ്ക്കങ്ങോട്ട് പോരാ എന്നൊരു തോന്നൽ ഏത് ഭർത്താവിനും ഉണ്ടാവും. ഇനിയിപ്പോൾ 10-15 വർഷം കഴിഞ്ഞിട്ടും ഭാര്യയോടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ ഒരു കുറവും വരുന്നില്ലെങ്കിൽ അവൻ നോർമൽ അല്ല. ഹീസ് ക്വയറ്റ് അബ്നോർമൽ ആയിരിക്കും സാർ. അച്ഛമ്മേ, എനിക്ക് ഈ ഭാര്യയല്ലാതെ ഈ പുറമെയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു മോഹം തോന്നാറുണ്ട്. ഈ അച്ഛമ്മന് തോന്നാറുണ്ട്? കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെ എനിക്ക് പോണത് തോന്നാറുണ്ട്? മാഷൊന്നും ഉണ്ടായിരുന്നേ. പോരാ എന്താ അവിടുന്ന്. നമ്മളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാ. അതെങ്കിലും ഓർമ്മ വേണം സംസാരിക്കുമ്പോ. വെറുതെ വരും വേണ്ടാതിരങ്ങൾ. ഇതാണ് ഈ മാസ്റ്റർമാരുടെ കുഴപ്പം. മനസ്സിൽ എന്തു തോന്നിയാലും അതൊക്കെ അടക്കി പിടിച്ചിങ്ങനെ മരണം വരെ ഇരിക്കും. കള്ളു കുടിക്കുമ്പോഴെങ്കിലും ഒന്ന് മനസ്സ് തുറക്കേണ്ട രാജേന്ദ്ര. അല്ല പിന്നെ അതെ, ചോദിക്കണോണ്ടൊന്നും തോന്നുന്നത് പറയും മാസ്റ്റർ. നിങ്ങളുടെ മാരീഡ് ലൈഫ് ഫുൾ പോക്കല്ലേ? ഭാര്യയും ഭർത്താവും കൂടി ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് തകർക്കല്ലേ? ഇല്ലേന്ന് നിർത്ത് മാഷേ, നമുക്ക് ബില്ല് പറയാം. അതന്നെ. അതെങ്ങനെ തൊണ്ട നനഞ്ഞിട്ട് ഒരു പൈൻ്റ് കൂടി. ഇത് ശരിയാവില്ല ഏട്ടാ. എന്തേ? ഒന്നുമില്ല. അതെ, ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഭയങ്കര ബഹുമാനം. അല്ല, എനിക്ക് തിരിച്ചങ്ങോട്ട് അങ്ങനെ തന്നെ കേട്ടോ, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അവള് സ്നേഹം കൊണ്ട് എന്നതാ ഇങ്ങനെ തൊടും. പക്ഷെ എനിക്ക് എന്നെ തന്നെ തൊടുന്ന പോലെ ഉള്ളൂ. നോ ഫീലിങ്സ്. അങ്ങനെ തൊടാതിരുന്ന മാഷിന്റെ ഭാര്യ ആമ്പിള്ളാരുടെ കൂടെ ഒളിച്ചോടും. ആണുങ്ങൾ തമ്മിൽ സംസാരിക്കും. കുടുംബത്തിലുള്ള വലിച്ചഴിച്ചാൽ പേരടിയാൻ പൊട്ടിക്കും. ഇത്തരം ചന്തത്തരത്തിന് കൂട്ടേക്ക് എന്നെ കിട്ടില്ല. മതി രാജേന്ദ്ര മാഷിന്റെ PhD കിട്ടിയ ആഘോഷം. രാജേന്ദ്ര, എന്താ മാഷ പ്രശ്നം? ചീട്ട് കളിക്കുന്നിടത്ത് മാഷ കണ്ടില്ലോ. ഇങ്ങോട്ട് കേറും മുമ്പ് പറഞ്ഞോളൂ. മാഷ് റീജിയനിലേക്ക് വരണില്ലേ? ഞങ്ങൾ രണ്ടടിച്ചിട്ട് പോവാൻ നിക്കാ. അയ്യോ ഭാസ്കര മാസ്റ്റർ നൈറ്റ് മറന്നു. നമുക്കൊരു തുള്ളില്ലേ? ചിന്നും വെൺതാരത്തിൽ ആനന്ദവേള